ഹായ് ഗായ്സ്. ഇന്ന് നമുക്ക് ഹൂനാമി ബെറ്റർ വീഡിയോ അങ്ങനെ പറഞ്ഞെങ്കിൽ രണ്ടെല്ലാവർക്കാണ് ഇന്ന് ഏറ്റവും തോന്നുന്നത് നല്ലോണം അറിയാന്ന്. നമ്മൾ തുടങ്ങാണ്. ആദ്യം ആയിരുന്നാൽ കൈ ഒന്നിക്കണം കേട്ടോ. റെഡി? എന്റെ മുടി ഒന്ന് ബേക്കോട്ടാക്കി വിടാ. ഓക്കെ. ഉമ്മ അറിയുന്ന വേഗം കൈ ഒന്നിക്കണം കേട്ടോ. റെഡി? ആദ്യം സിമ്പിളാ. ആ അതങ്ങനെയുള്ളൂ. എന്റെ ഫുൾ നെയിം എന്താണെന്ന് കൈ ഒന്നിക്കണം. അടുത്തത് ആ അത് സ്പീഡ് പൊന്തിച്ചുവിടണം. റെഡി? ഞാൻ ഇപ്പൊ ഉപയോഗിക്കുന്ന എന്റെ ബ്രഷിന്റെ കളറ് എനിമിഷാറ അല്ല ഇമ്മക്ക് അല്ലല്ല ഈ കണ്ടിക്ക് പക്ഷേ അപ്പൊ ഉമ്മക്ക് മാർക്ക് 1-1. ഓ ലാസ്റ്റ് സമ്മാനമൊക്കെ ഉണ്ട്. ഇനി ഞാൻ കുവൈത്ത് പോയ ഡേറ്റ് അതൊരു കാര്യല്ല. ഇനി ഒരു മാതിരി ആദ്യം ആണെന്നുള്ളതിൽ മെല്ലെ ആ മാസം ആണെന്നില്ല. എന്റെ അടുത്ത് ഞാൻ പോകുമ്പോ എനിക്ക് ഡേറ്റ് ഓർമ്മ വേണല്ലേ അമ്മ? അത് പ്രശ്നമില്ല. അപ്പൊ ഉമ്മക്ക് 2 ഡേറ്റേ ഞാൻ ചോദിച്ചല്ലോ. എന്നായിക്കോട്ടെ. അടുത്ത് അയ്യേ എന്നോട്ട് ഒന്നും അറിയില്ലമ്മ. ഇനി എന്നായിക്കോട്ടെ. ഞാൻ വന്ന ഡേറ്റ് 15. ഇമ്മ വന്നതാ അറിയുന്നേ. എന്നായിക്കോട്ടെ. അടുത്ത ക്വസ്റ്റ്യൻ കേട്ടോ. എനിക്ക് ആദ്യമായിട്ട് ഫോൺ കിട്ടി എത്ര ക്ലാസ് പഠിക്കുമ്പോ? കറക്റ്റ്. ഇനി ഞാൻ കുവൈത്തിൽ നിന്ന് വരുമ്പോ ഇട്ട ഡ്രസ്സിന്റെ കളറ് ഓർമ്മല്ല. അപ്പൊ ഇങ്ങനെ ഞാൻ വൈറ്റ് ഷർട്ട് പോകുമ്പോ ബ്ലാക്ക് ഇട്ട് വൈറ്റ് ഷോളാ ഇട്ടത്, ബ്ലൂ ഷർട്ടാ ഇട്ടത്. ഒന്നും അറിയില്ല. അപ്പൊ എന്നെ ശ്രദ്ധിച്ചില്ല. ഏതോ വൈറ്റ് ഇട്ട് ഇപ്പുറത്ത് കൂടെ ഏതോ പെൺകുട്ടീനെ വായി നോക്കി. എനിക്ക് മനസ്സിലായി മോനെ. അതൊക്കെ ഇപ്പൊ പറയുന്നു. അതാണ്. ആയിക്കോട്ടെ. എന്റെ 1ാം ക്ലാസ്സിലെ ടീച്ചറിന്റെ പേര് അല്ല. അതാ ക്വസ്റ്റ്യൻ ഉണ്ടായനും. നിങ്ങൾ ആദ്യം പറഞ്ഞേ നമുക്ക് ആ ക്വസ്റ്റ്യൻ പോക്കാം. അബ്രമാഷിന്റെ ക്വസ്റ്റ്യൻ ഉണ്ടായനും. അടുത്തത് നമ്മളെ എൻഗേജ്മെന്റ് കഴിഞ്ഞ ഡേറ്റ് വിശാഖുമാർക്ക്. അപ്പൊ എത്ര എൻഗേജ്മെന്റിന്റെ അത് ഞാൻ ചോദിക്കൂല. നിങ്ങൾ അടുത്ത് എങ്ങനെ അത് ഓങ്ങി നിൽക്കും എന്നോട് ഞാൻ ചോദിക്കൂല. അടുത്തത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് ബിരിയാണി. ഇങ്ങനെ പറയാച്ചേ അത് അങ്ങ് കാര്യം തരാം. എനിക്ക് 2 സെയിം പോലെ. വീട്ടിൽ നിന്നാണ് വീട്ടിലത്തെ ഫുഡാണ് എമ്മന്റെ ബിരിയാണി ഇഷ്ടം. നമ്മൾ പുറത്ത് കഴിക്കുമ്പോ അൽഫാം.
അപ്പൊ 3:30 ഇട്ടോ. എന്നാല് അടുത്തത് ചായ, കോഫി, ഹോർലിക്സ് ഇതിലേതാണ് ഞാൻ കൂടുതൽ പുറത്തുനിന്ന് കുടിക്കൽ? ക്വസ്റ്റ്യൻ ഫുള്ള് തീരണോ? ഫുള്ള് ക്വസ്റ്റ്യൻ ഇല്ലാണ്ട് ഉമ്മക്ക് എങ്ങനെ മനസ്സിലാവും? എന്നായിക്കോട്ടെ നിഷ പറയും. ചായ, കോഫി, ഹോർലിക്സ്. അതിപ്പോ ക്വസ്റ്റ്യൻ തന്നെ ഫുള്ള് കേട്ടില്ല. നിങ്ങള് കോഫി ആയിരിക്കും, നിങ്ങള് കോഫി ആയിരിക്കും പറയാൻ. അടുത്തത് ഫുള്ള് ക്വസ്റ്റ്യൻ കേട്ടിട്ട് മാത്രമേ, കാരണം നമുക്ക് ക്യാച്ച് ചെയ്യാൻ കുറച്ച് സമയം എടുക്കും. എന്നാൽ എനിക്ക് മധുരം തിന്നണമെന്ന് തോന്നിയാൽ ഞാൻ ഈയിടെ ആയിട്ട് വേഗം വാങ്ങാൻ പോകുന്ന സാധനം, വാങ്ങി തിന്നുന്ന സാധനം സമ്മാസ്. 5-3. എന്നാ ഒരു കാര്യം ചെയ്യാം, റൗണ്ട് ആക്കാം, 4-6 ആക്കാം. 5-6 അറിയുമ്പോ കൊറിയണ്ട. അന്നായിക്കോട്ടെ 3. ആ ഫസ്റ്റ് ആണെങ്കിൽ സമ്മാനം ഉണ്ട്. അടുത്തത് നിങ്ങളെ ഓഫാക്കാൻ പറഞ്ഞേ, എനിക്ക് ചൂടെടുക്കുന്നു, സൗണ്ട് വരും വിചാരിച്ചിട്ടാ. ഇനി അടുത്ത ക്വസ്റ്റ്യന്, ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന വാക്ക് എന്താ? ഞാൻ തോനെ പറയല്. എന്താ ഏറ്റവും കൂടുതൽ? എനിക്കറിയില്ല. നിങ്ങൾ അപ്പോ എന്തായിക്കുമ്മ? ഇതിന് ഇമ്മക്കാരെ മാർക്കുണ്ട്. അതും ഇമ്മ പറഞ്ഞൊക്കെ തന്നെയാണ് ഞാൻ പറയല്. എനിക്ക് കറക്റ്റായി ആൻസർ കിട്ടിയില്ല. ഞാൻ നിങ്ങളെന്താ പറയാൻ നോക്കാൻ വേണ്ടീട്ട്. അപ്പൊ നേരത്തെ താര നിന്നോട്ടെ, ഇപ്പൊ അമ്മക്ക് മാർക്കാവുമല്ലോ. 1 റൗണ്ട് ആയില്ലേ? എന്നായിക്കോട്ടെ, അമ്മക്ക് 4. 4 എനിക്ക് 6. 4, 5. ഇനി ഒരു മാർക്കിനെ മാറ്റുള്ളൂ. ഇഞ്ചി ഏറ്റവും മോശം സ്വഭാവം എന്താ? എത്ര വേഗം കയ്യൊന്നിച്ചു. എത്ര വേഗം കയ്യൊന്നിച്ച് രണ്ടാളോ. മോശം സ്വഭാവം എനിക്ക് പറയാൻ കിട്ടില്ല. പറയുന്നത് ദേഷ്യോ, പിന്നെ തോനെ പറഞ്ഞെടുക്കാൻ പാടില്ല എന്നോട്, പിന്നെ എനിക്ക് പറ്റിയ ഭക്ഷണം അല്ലെങ്കിൽ ദേഷ്യോ. മുതിർന്നവരെ ബഹുമാനിക്കണോ, അത് ഇങ്ങി പഠിക്കണോ? ബഹുമാനം പോയിട്ടോ. അപ്പൊ ഞാൻ എന്നെ ബഹുമാനിച്ചോ നിർബന്ധമില്ല, ഓല മാത്രം ബഹുമാനിച്ചാൽ മതി. പിന്നെ എന്റെ ഹസ്ബൻഡിനെ മാത്രമൊക്കെ ബഹുമാനല്ലോ അല്ലേ? ഓളോട് ചോദിക്കണ്ടമ്മ, ഓളോട് ചോദിക്കണ്ട. നിങ്ങൾ പറഞ്ഞ ഓളങ്ങോട്ട് നേർത്തു പറഞ്ഞാലും ഞങ്ങൾക്ക് ഇത് കഴിഞ്ഞിട്ട് കുടുംബം നിലനിർത്തി പോണോ? ആയിക്കോട്ടെ. ഞാൻ ഏറ്റവും നല്ല സ്വഭാവം പറഞ്ഞോളി. അതുമില്ലേ? കൈ എന്തൊക്കെയാണോ? പറയുന്ന അനുസരിക്കുന്ന മോളാണ്, ഒക്കെ ചെയ്തു തരും.
വീഡിയോയിലല്ല പറഞ്ഞു അങ്ങനെ പറയാൻ പറ്റില്ല. ഞാൻ സത്യമേ പറയും വീഡിയോന്റെ മുന്നിൽ. ആദ്യം പറഞ്ഞു സത്യം മാത്രം ബോധിപ്പിക്കൂന്ന്. അല്ലെ വളരെ നല്ല സ്നേഹമുള്ള ഓർമ്മ ഉണ്ടാവും. അങ്ങനെ അവളെ സ്നേഹം അതെന്താ നിങ്ങളെ ഞാൻ സ്നേഹിക്കലില്ല? സ്നേഹിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞൊക്കെ അനുസരിക്കുന്നുണ്ട് കുറച്ചൊക്കെ. ചെലപ്പോ ഞാൻ പറഞ്ഞൊക്കെ വാങ്ങിത്തരും. ചെലപ്പോ വെയിറ്റിന് നിൽക്കുന്നുണ്ട്. എന്നാലും ഞാൻ പറയട്ടെ എന്റെ ക്വാളിറ്റി ഏറ്റവും നല്ല ക്വാളിറ്റി ആക്കിയ ഒരു കാര്യം പറ. ക്വാളിറ്റി എന്ന് പറയുന്ന ഒന്നില്ലേ? ആ വിശാലം ഭയങ്കര സപ്പോർട്ടീവ് ആണ്. എന്ത് കാര്യം ചെയ്യുകയാണെങ്കിൽ അതായത് എനിക്ക് എന്തോ ചെയ്യണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ചെയ്തോന്ന് സപ്പോർട്ടീവ് ആണ്. നല്ല ക്വാളിറ്റിയാണ്. ശരി. ഭയങ്കര ടഫ് ആയി പോയി അല്ലെ? നല്ല സ്വഭാവമല്ലേ? ആണോ മാ? സപ്പോർട്ട് ചെയ്യാൻ അതെല്ലാരും സപ്പോർട്ട് ചെയ്യൂ. നാളെ നിർത്തല്ലേ? ഇത് സംഭവം ഒരു ക്വസ്റ്റ്യൻ അല്ലേ? എനിക്ക് നിങ്ങൾ രണ്ടാളും ഉള്ളിൽ നിന്നുള്ള സാധനം കിട്ടാൻ വേണ്ടി ചോദിച്ചാൽ എനിക്ക് ഏറ്റവും കൂടുതൽ എന്ത് വാങ്ങാനാണ് ഇൻട്രസ്റ്റ്? ഇങ്ങനെ തോര വരെ എന്ത് വാങ്ങാനാ? അത് വാങ്ങണം വേണം വേണം. പിന്നെ അൽഫാം വാങ്ങുക, അല്ലെങ്കിൽ ഗോസ്റ്റ് വാങ്ങുക, ആ തിന്നാൻ വാങ്ങുക, അല്ലെ ഡ്രസ്. ഡ്രസ് തന്നെ ഓ പറഞ്ഞിടത്തോ ബാഗ് ഉണ്ട്. പിന്നെ അതുണ്ട് വാങ്ങുന്ന സാധനം ആർക്കും തരികയില്ല. ഓളോടൂല ആർക്കും തരികയില്ല. ആർക്കൊന്ന് എടുത്തു കൊടുക്കാൻ പറഞ്ഞാൽ അത് കൊടുക്കയില്ല. ഞാൻ ഇൻസ്റ്റ തുടങ്ങി കാണിച്ച് ഏറ്റവും ആദ്യമായിട്ട് പോസ്റ്റ് ചെയ്താണിത്. അതല്ല, ആ പ്രൈവറ്റ് അക്കൗണ്ടിലല്ല, ഇപ്പൊ ഉള്ളതില്. ഇപ്പൊ നമ്മള് ബ്ലോഗില് ഫസ്റ്റ് ഇട്ട വീഡിയോ ഏതാണെന്ന്. ഇമ്മ യൂട്യൂബിലല്ല, ഇൻസ്റ്റാഗ്രാമില് ഫസ്റ്റ് ആദ്യമായിട്ട് ഇപ്പൊ തുടങ്ങിയതില് ഏറ്റവും ആദ്യമായിട്ട വീഡിയോ. കൈ ഒന്നിക്കണം. അതിന്റെ ആദ്യം ഏതാ ഇട്ടെ? അല്ല മോളെ, അതൊക്കെ കൊറേ ആയാട്ടെ. ഷിട്ടൂന് ആദ്യം കാണിച്ച ആ വീഡിയോയില പൊന്തിച്ചെണീക്കുന്നേ. അത് രണ്ടാമതാ. ആക്കെ കൊറേ കഴിഞ്ഞേരം. ഞാൻ അടുത്ത വയ്ക്കാണേ. ഞാൻ നമ്മളെ യൂട്യൂബിലില്ലേ ആദ്യം തൊട്ടിടാൻ തുടങ്ങിയില്ലേ കേക്കിന്റെ ഒക്കെ. അപ്പോൾ വേഗം നല്ലോണം കേട്ട് വേഗം കയ്യൊന്നിച്ചോളാം ആണെങ്കിൽ ഏറ്റവും ആദ്യം റീച്ചായ വീഡിയോ ഏതാണെന്ന്. അതിലേതാ? അപ്പൊ മിഷാക്ക് ഓക്കെ ഓക്കെ. നിങ്ങൾ ആറുങ്ങൾക്ക് ഇതിനെ പറ്റി ഒന്നും അറിയൂല. എന്നായിക്കോട്ടെ. എനിക്ക് അടുത്ത ആഴ്ച അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ വിചാരിച്ചിക്കണേ. എന്താണ്? പോയിക്കോളെ, അത് ഞാൻ വിചാരിച്ചിട്ടല്ലോ. എനിക്ക് വളമല്ലേ? നോക്കിന്നോളി. എനിക്ക് അടുത്തതായിട്ട് ഒരു കാര്യം ചെയ്യാൻ പ്ലാൻ ഉണ്ട്. അതെന്താണ്? എന്റെ ഇമ്മക്ക് വാർക്ക്. പിന്നെ അടുത്തത് എനിക്ക് തീരെ ചെയ്യാൻ ഇഷ്ടമല്ലാത്ത കാര്യം. അങ്ങനെ തന്നോളി. അതല്ല, അല്ലാണ്ട് സത്യം തേച്ച് പറഞ്ഞ പാത്രം കഴിക്കും. പല തേച്ച് ഉദ്ദേശിച്ച് ആരെ ആരും തരാം. സായി കേക്കട്ടെ. സായി എനിക്ക് പഠിച്ചോനെ ഇവിടെ വന്നിടത്തൊക്കെ ഞാൻ ചെയ്യണേ.
ചെയ്യലുണ്ട് പക്ഷെങ്കില് ചെയ്ത് മടുത്തിട്ട് ഇഷ്ടമല്ല അത് അങ്ങനെ ഉദ്ദേശം കേട്ടോ. റൂമിന്റെ റൂം നന്നാക്കാന്ന് പറഞ്ഞത് താണെന്നുള്ളൊന്നും എന്ത് മോളില് മോള് റൂം എന്റെ കല്യാണത്തിനേക്ക് ഞാൻ തന്നെ ആ അതാണ് ഓളെ റൂം ഓളെ നന്നാക്കാന് ഇന്റീരിയൽ വർക്ക് ഞാൻ ചെയ്യിക്കണമെന്ന്. പിന്നെ അത് പറഞ്ഞുതരാം ആ. ഇന്റീരിയർ വർക്കും ഉം. പിന്നെ കല്യാണത്തിനുള്ള ആ ഒരുക്കങ്ങളും ആ ഒക്കെ ചെയ്താ എല്ലാം ഇങ്ങനെ ചെയ്താലാ. അങ്ങനെയല്ലേ പിന്നെ പൊന്നാണെങ്കിൽ വട്ടാന്ന് പറഞ്ഞേക്കല്ലോ സമാധാനം. വരും കൂടി തരും ഓളം ചോദിക്കുന്നത്. പിന്നെ ഞങ്ങൾക്ക് ഇപ്പൊ ഡ്രസ്സൊക്കെ അതൊന്നും ചെയ്തോ ആ ശരി ഇതൊണ്ടൊക്കെ ചെയ്തോ വലിയ അധ്വാനം ഉണ്ടാവില്ലേ എന്ത് ചെയ്താലും വേണ്ട അതെ തന്നെ കാക്കയുടെ റൂം നേരെ പുറത്തുണ്ട് ആ അത് ശരി നല്ല സുഖ നമുക്ക് വണ്ണ് തന്നെ പിടിക്കാം. നീല ബക്കറ്റ് അതാ ഇങ്ങനെ നേരത്തെ ബഹുമാനിക്കായിട്ടാണ് കൈയൊക്കെ നല്ലോണം അടുത്ത ചോദ്യം. അടുത്ത ചോദ്യം താതോ ഇനി ആടുന്ന് ഇങ്ങനെ ചോദിക്കുമോ പറയട്ടെ. ആ ചോദ്യം ഷൂട്ട് കഴിഞ്ഞ് കൊഴിഞ്ഞിരിക്കുകയാണ്. മാന്തുന്നത് ഓളാ കുയിലൊക്കെ എന്തോ ഉണ്ടോ നോക്കാം. നിങ്ങളെ ഫ്രണ്ട്സ് ഗ്യാങ് ആ, ഇതൊക്കെ ഞാൻ പറയാം. അവൾ ചോർന്നില്ല കഞ്ഞി കുടിച്ചതാ. പറ അത് പറയാം. ഫ്രണ്ട്സ് ഗ്യാങ് ഫ്രണ്ട്സ് ആണ് എത്ര ആളെ പേര് വേണം പറ. ഞാനാ അയ്യോ ഇത് പോയിട്ടിരിക്കുന്നത്. അങ്ങനെ പറയട്ടെ ഇനി പറഞ്ഞോ അതല്ല ഫ്രണ്ട്സ് ഗ്യാങ് രണ്ടാക്കും അറിയാം. ഓരോരുത്തരുടെ പേര് ഓലൊക്കെയുള്ള സ്ഥലവും അറിയണം. ഓരോരുത്തരുടെ സ്ഥലവും അപ്പോഴല്ലേ കറക്റ്റ് അറിയുന്ന പോലെ ആവുക. എന്നാ ഓക്കെ ഞാൻ ആ ഫസ്റ്റ് സെന്ന കോരങ്ങാട്. അത് ചോദിച്ചോ ചോദ്യം ചോദിച്ചോ ഓ അല്ല എത്ര ആള് ഓളെ ശരിക്കത്തെ സ്ഥലം പറയണം. അല്ല എത്ര ആളാണ് പറയണം തലശ്ശേരി ആ അല്ല എത്ര ആളെന്ന് പറയണം. കോളേജും അല്ലാണ്ട് എനിക്ക് അറിയുന്ന കോളേജും എനിക്ക് അറിയുന്ന കോളേജിലത്തെ ഫ്രണ്ട്സ്. ഓക്കേ, സെന്ന മൂന്നായിട്ടോ. ആ പിന്നെ സാലി ആ ഓള് കോഴിക്കോട്. ആ സാലി പേര് പറഞ്ഞോ. പോരാ പേര് സിമ്പിൾ അങ്ങ് രണ്ടാളും ഒരുപോലെ അറിയുന്ന പോലെ അപ്പൊ പിന്നെ ഷസ്ന ആ അണ്ടോണ ആ സിമ്പിളൊക്കെ പോട്ടെ. പിന്നെ ഷഹല ബാലുശ്ശേരി. അല്ല ബാലുശ്ശേരി എടുത്തോളാം പോരാ. ആ അതാണ് എന്നാലും വാശിയുടെ അടുത്തല്ല വാശിയുടെ കഴിഞ്ഞിട്ട് എന്നാലും ഈ പറ നമുക്ക് മെജോറിറ്റി നോക്കാം. പിന്നെ ഷാന കോഴിക്കോട്. ആ ഫിദ കൊടുവള്ളി. ആ പിന്നെ ഫാലു അവളെ പേരങ്ങനെ ആ നമുക്ക് ഫാലുന്നേ പറഞ്ഞല്ലോ. ഞാൻ നിർത്തി. ഇല്ല പിന്നെ സാലിനെ എനിക്ക് പറഞ്ഞില്ല. സാലിനെ കറക്റ്റ് ബാക്കിയുള്ളവർക്ക് സാലിനെ നമ്മൾ പോയില്ലേ. കൊയിലാണ്ടി കൊയിലാണ്ടി അല്ല അത് കഴിഞ്ഞ് പോണം. സ്ഥലത്തിന്റെ പേര് ഞാൻ വടകര. കിട്ടുന്നില്ല. അയ്യോ ഇവള് പറഞ്ഞെടുക്ക ഇല്ല, പറഞ്ഞില്ല പക്ഷേ ഇതില് പോയിട്ട് എനിക്ക് എല്ലാം ഞാൻ പറഞ്ഞു. സാലി ഒരാളെ വീട് സ്ഥലം പറയാത്തത്. ഇനിയൊന്നുണ്ട് ഫനു. പൊന്നാട്ട് ഇവളെ പേര് എന്തായിരുന്നു ജന്ന അതല്ലാണ്ട് ഏ? ഇവിടെ എത്തിയിട്ടില്ല അതിന്. അമ്നെ ദിൻഷ ദിൻഷ. ദിൻഷ ആ അതിന്റെ 10ാം ക്ലാസ്സിലുള്ള കൂടുതൽ 8 തൊട്ടുള്ള വേണ്ട. ഞാൻ കണ്ട 9 ആ ആയിക്കോട്ടെ താതോ അടുത്ത ദിവസത്തേന് ഇവളതല്ലോ ഇവള് വലിയ ഡൈനോ ചെറുപ്പത്തില് പക്ഷെ ഇവള് പെട്ടെന്ന് കൊടുത്ത് അടിച്ചൂട്ടി ഒരു ഗുണ്ടുമണിയായി. ആ അതിനുള്ള റീസൺ ഒരു റീസൺ ഉണ്ടായിരുന്നു, ഒരു കാരണം ഉണ്ടായിരുന്നു. എപ്പോഴാ തടിച്ചത് ചോറിട്ടാണോ? ഞാൻ പറഞ്ഞുതരാം. ഓള് എന്റെ അങ്ങ് കൂടാൻ പോയപ്പോ എന്റെ ആകാന്റെ മോന് സൈക്കിളിമ്മ കൊണ്ടുപോയി ഓള ഞാൻ എന്റെ അടുത്ത് പറഞ്ഞത് ഇവിടെ കാലി പൊട്ടി അങ്ങനെ എന്റെ ആടായിരുന്നു കണ്ടോണ ആ ഉമ്മ കുണ്ടാർന്ന് തിന്നാൻ കൊടുത്തല്ലോ ആടെ ബെഡ് റെസ്റ്റില് സിമ്പിൾ ചോദ്യം ചോദിക്കും. LKG UKG പഠിച്ച ഫസ്റ്റ് തന്നെ. ഞാൻ പറയാം ഓളേടാ പഠിച്ചോന്ന് പറഞ്ഞോള് പച്ചോലേടാ ഇവിടെ സ്കൂളുണ്ടല്ലോ. ദിവ്യാലോ ഞാൻ പറഞ്ഞുതരാം ചാലക്കര സ്കൂളില് ആണ് ഓള് LKG UKG പഠിച്ചു ചാലക്കരടാ. കോൺഫിഡൻസ് LKG പഠിപ്പിക്കേണ്ട ആവശ്യം വന്നില്ല UKG പഠിപ്പിക്കേണ്ട ആവശ്യം വന്നില്ല ഓൾ 1ാം ക്ലാസ്സിൽ പഠിച്ച്
ഡിഗ്രി വരെ പഠിച്ച് പാസ്സായി ജോലി നേടി ബ്ലോഗറായി പിന്നെ അക്കൗണ്ട് LKG UKG പഠിക്കാൻ എന്നോടെല്ലാം നേടിയിട്ടോളാം. ഇനിയിപ്പോ അങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ. LKG UKG പഠിപ്പിക്കാൻ 1ാം ക്ലാസ് കൊണ്ട് ചേർക്കാൻ പോരാ. അതന്നെ അതൊക്കെ നേടി എന്റെ മിടുക്ക്. ഞാൻ ഉദ്ദേശിച്ച ഫസ്റ്റ് പോയ 1ാം ക്ലാസ്സിലെ അല്ല LKG UKG പഠിക്കാണ്ട് ഇംഗ്ലീഷ് ഒക്കെ അറിഞ്ഞൂടെ? ആ ഇംഗ്ലീഷ് പഠിക്കാൻ LKG UKG നമുക്ക് ദുനിയാവില്ലതിനെക്കാണൊക്കെ ഒക്കെ അറിയാം. ഓ പിന്നെ പോണ് സമ്മാനം കൂട്ടി പറഞ്ഞ സമ്മാനം ഒന്നും കിട്ടൂല. അല്ല അത്യാവശ്യം എഴുതാനും പഠിക്കാനും ഒക്കെ അറിയാം. അതുപോലെ ഒക്കെ ജോലിയും ഉണ്ട്. ആ അപ്പൊ വീരവാദം LKG UKG ഒന്നും ഒരു ഓർമ്മയില്ലായിരുന്നു പഠിപ്പിക്കാൻ. എന്റെ ക്ലാസ്സിലുള്ളതൊക്കെ ഞാൻ വിചാരിച്ച അങ്ങനെ കേട്ടോ. അന്നത്തെ കാലം ചിലപ്പോ LKG UKG ഉണ്ടാവില്ലായിരിക്കും. പറഞ്ഞുണ്ടാവില്ല. ആ ഞാനാ ചെയ്യായപ്പോ ചേർത്തണതൊക്കെ ഒന്ന് പറഞ്ഞാലല്ലേ നമ്മൾ ഇതേ പോയി ചേർത്ത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കാണ്. എൻ്റെ പാസ്പോർട്ടിലുള്ള ഫോട്ടോയില് ഞാൻ ഇട്ട ഡ്രസ്സ് ഏതാ? പറഞ്ഞോ. പർദ്ദ. ആ പർദ്ദ. ഉമ്മ പറയ്. ഓറഞ്ച്. ഏത് ഓറഞ്ച്? ഓറഞ്ച് ടോപ്പും മുക്കിച്ച് കൊളായേ. ഇതാണോ റെഡും ബ്ലാക്കും? അല്ല റെഡും ബ്ലാക്കും ഒക്കെ ഏത് ഡ്രസ്സാടി? അതാ അപ്പൊ പറയുന്നേ. ആ ഇല്ലല്ല ഞാൻ ആകെ എത്ര ഒരു 3 ഇട്ടിട്ടുണ്ടോ ആ ഡ്രസ്. കാര്യം അങ്ങനെ പ്രത്യേക അസുഖം ഉണ്ട്. ഒരു ലൈറ്റ് പച്ച വൈറ്റ് ഡ്രസ്, ഒരു പച്ച എത്രയുള്ള ടോപ്പ്, അതിനൊരു വൈറ്റ് കൈയിടല്ലേനോ ആ സീസണിൽ അത് തന്നെ തോന്നിടല്ലേനോ. നിങ്ങൾക്ക് മനസ്സിലായോ? അതിന് ഇനി ഗൾഫിൽ നിന്ന് എന്നെ കൂട്ടാൻ വരുന്ന അന്നേക്ക് ഞാൻ വാങ്ങിയത് ഡ്രസ്സ് അതിനും. മനസ്സിലായി ഗൈസ്. അങ്ങനെ അവസാനത്തെ ക്വസ്റ്റ്യനുമായി വന്നിരിക്കുകയാണ്. അവസാനത്തെ ക്വസ്റ്റ്യൻ എന്താ വെച്ചാൽ, ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന ലിപ്സ്റ്റിക്കിന്റെ പേര് അല്ല, സിമ്പിൾ ഇത് തരായ്മല് ഇതാക്കിട്ട് നിങ്ങൾക്ക് എന്തായാലും പറയാൻ അറിയില്ലല്ലോ രണ്ടാൾക്കും. ചോപ്പൊന്നല്ലേ അതിനൊന്നും വേണോ അടക്ക്? അല്ല ഞാൻ പറഞ്ഞുതരാം. ക്വസ്റ്റ്യൻ ഞാൻ പറയട്ടെ. ആ കുപ്പീന്റെ കളർ പറഞ്ഞാലും മതി. ചോപ്പ് കളറോ? മൂടി തെറ്റ്. ഞാൻ ചിങ്ങക്കത് അറിയാൻ മതി. ബ്രൗൺ കളറാണോ അത്? ബ്രൗൺ കളർ ബനിയന്റെ കളറോ? ഇതിന് മാർക്കില്ല രണ്ടാൾക്കും. എപ്പോഴും യൂസ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞ കുപ്പി എപ്പോഴും കൈ തരുന്നേ. ആ എന്ത് പറ? ബ്രൗൺ ഡാർക്ക് റെഡ് കളറല്ലേ? അല്ല ബ്രൗൺ വൈറ്റ് മൂടിയാ. അതല്ലേ ഞാൻ പറഞ്ഞ ക്രീം കളർ. അല്ല നിങ്ങൾ കുപ്പിയാ വൈറ്റാ. ഇത് സിമ്പിളാ. എപ്പോഴും കുപ്പി ഉദ്ദേശാണെങ്കിൽ എനിക്ക് ഉദ്ദേശിച്ചാ പറഞ്ഞാ പോരെ. അല്ല അത് ഞാൻ പറയൂല. എപ്പോഴും എന്റെ കയ്യിൽ ഒരു സാധനം തരല്ലേ? ടീഷർട്ട് അത് റെഡ് അല്ലേ? അല്ല ഞാൻ കാണിച്ചു തരാം. കാണിച്ചു തന്നിട്ടല്ലോ ബാക്കി കാര്യം. ആ ഇനി പറഞ്ഞെടുക്കാൻ നിക്കണ്ട ഷെയ്ഡ്. ഇതെങ്ങനെ റെഡ് ആവുക? ഇതെങ്ങനെ റെഡ് ആവുക? ഡാർക്ക് റെഡ് അല്ലേ? അല്ല അത് ഡാർക്ക് റെഡ് അല്ല. ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത്. എപ്പോഴും കൈ തരുന്നത് ബ്രൗണ് വൈറ്റ് അങ്ങനെ പറയേണ്ടീനു. ബ്രൗണ് വൈറ്റ് എന്ന് പറയണ്ടേ. അതെടാ റെഡ്. ഡ്രസ് എടുക്കുകയാണെങ്കിൽ എന്റെ സൈസ് ഏതാ? മീഡിയം. അതോന് മാർക്കമ്മ. ഞാൻ ജയിച്ചു. എന്റെ ചെരുപ്പിന്റെ സൈസ്
അമ്മ 12-10 എന്നോട് ജയിക്കാൻ കാവല. അതൊന്നും ഞാനൊന്നും നോക്കില്ലേ അതാ. അങ്ങനെ നമ്മുടെ പൂനമി വാശിയേറിയ പോരാട്ടത്തിൽ നമ്മുടെ അമ്മായിമ്മ ജയിച്ചു. അമ്മായിമ്മ തോറ്റുകൊണ്ട് അമ്മായിമ്മല്ലേ ഞങ്ങൾ ജമ്മല്ലേ അല്ല, മോന്റെ അമ്മേന്റെ അമ്മ. അമ്മായിമ്മയെ പിന്നിലാക്കിക്കൊണ്ട് മരുമകൻ അതന്നെ. ഞങ്ങള് ഷെയർ ചെയ്യാം. ഇനിയാണ് ഗിഫ്റ്റ് ഒന്നും തരില്ല അമ്മാണെങ്കിലേ കൊടുക്കൂന്ന് ഞാൻ പറഞ്ഞു. എന്നാ വിശാഖി എന്തെങ്കിലും ഞാൻ ആക്കി ചോദിച്ചു ഇമ്മ പറഞ്ഞു. എന്താണെങ്കിലും കിട്ടൂല. നമ്മുടെ ഇന്നത്തെ ഹുനമി ബെറ്റർ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. അല്ല, ഞാൻ ജയിക്കണ്ടേ? മാണ്ട മതി, നിങ്ങൾ ജയിക്കണം എന്നുള്ള ബോധം നിങ്ങൾക്ക് മാണ്ടീനും. നിങ്ങൾക്ക് നിങ്ങളെ മോളെ പറ്റി അറിയൂല. ഇതോടുകൂടി ഉമ്മ തോറ്റതായി പ്രഖ്യാപിക്കുന്നു. എൻ്റെ ഹസ്ബൻഡ് ജയിച്ചതായിട്ടും പ്രഖ്യാപിക്കുന്നു. കൺഗ്രാറ്റുലേഷൻസ്. നമ്മുടെ കുടുംബം കലങ്ങാതെ നമ്മൾ രക്ഷപ്പെട്ടു. കടപ്പെട്ടിരിക്കും. കലങ്ങാണ്ടിരിക്കാൻ വേണ്ടി മമ്മി മനഃപൂർവ്വം തോറ്റു കൊടുത്തതാണ്. അതിനാലൊരു ഭയക്ക് വേണ്ട, പ്രശ്നം വേണ്ട. ഞങ്ങളൊരു വയക്കോളികളാണെന്നാണ് ഉമ്മ പറയുന്നത്.